നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളുടെ കൂടെ വചനവുമായിട്ടിരിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ചിന്തിച്ച സുവിശേഷീകരണം ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു പരിശീലനം എന്നൊക്കെ പറയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് സുവിശേഷീകരണത്തിൻ്റെ ഒരു നിർവചനമായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കേൾവിക്കാരന് ബോധ്യമുണ്ടാകുവാൻ ലക്ഷ്യം വെച്ച് സുവിശേഷത്തിൻ്റെ ദൂത് പ്രസ്താവിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപദേശിക്കുന്നതാണ് സുവിശേഷീകരണം, അല്ലേ? ഇന്ന് അതുമായിട്ട് അനുബന്ധമായ ഒരു വിഷയമാണ് നമ്മുടെ സാക്ഷ്യം. സാക്ഷ്യം പറയാൻ പലപ്പോഴും നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സാക്ഷ്യം എങ്ങനെ പറയണമെന്ന് പൊതുവെ സഭയിൽ ആരും പഠിപ്പിച്ചു തരാറില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഒരുപാട് ബോറൻ സാക്ഷ്യം കേൾക്കേണ്ടി വരും. കാരണം സാക്ഷ്യത്തിൽ പറയാൻ പാടില്ലാത്തതും ഒക്കെ വെച്ച് കീച്ചു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ എന്താ ഈ ചെറുക്കം പറയുന്നത്? എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. സാക്ഷ്യം എന്നും പറഞ്ഞു പിന്നെ അങ്ങ് പോക്കാണ്. അപ്പോൾ സാക്ഷ്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരാരും പഠിപ്പിച്ചിട്ടില്ല മോനെ എങ്ങനെയാ സാക്ഷ്യം പറയേണ്ടതെന്നുള്ളത്. പലർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് സാക്ഷ്യം, എങ്ങനെ സാക്ഷ്യം പറയണം, പിന്നെ എന്തായിരിക്കണം നമ്മുടെ ഉദ്ദേശം, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആമുഖമായിട്ട് നമുക്ക് എഫീഷ്യർ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എഫീഷ്യർ 2-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അത് നിർത്തിയായിരിക്കും വായിക്കുന്നത്, ഒറ്റ അടിക്ക് വായിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരുക. ഈ വേദഭാഗത്തിൽ നമ്മളൊരു സാക്ഷ്യവും കാണുന്നില്ല. പിന്നെ എന്തിനാ തിരിയുന്നതെന്ന് ചോദിച്ചാൽ, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം എൻ്റെ കഥ പറയുകയാണെന്ന്. കഥ പറയുകയല്ല. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യത്തിന് പൊതുവായ ഒരു തിരക്കഥയുണ്ട്. അല്ലാതെ ഈ സഹോദരൻ്റെ സാക്ഷ്യം വേറെ, എൻ്റെ സാക്ഷ്യം വേറെ. അതിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അതിൽ പറഞ്ഞു വരുമ്പോൾ തിരക്കഥ ഒന്നായിരിക്കണം. ആ തിരക്കഥ ഉപദേശപരമായിട്ട് ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ പാപിക്കും ഒരു സാക്ഷ്യമാണ്. ഇവിടെ നമ്മൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആദ്യമേ പറഞ്ഞു വിടട്ടെ, രക്ഷയുടെ സാക്ഷ്യമാണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ചിന്തിക്കുന്നത്, സുവിശേഷീകരണമായിട്ട് ബന്ധപ്പെട്ട്. മറ്റ് സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അവസാനം ചിന്തിക്കാം. രക്ഷപ്പെട്ടു അല്ലെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള സാക്ഷ്യമുണ്ടല്ലോ, ആ സാക്ഷ്യം 100 വിശ്വാസികൾ പറഞ്ഞാലും ഉപദേശപരമായിട്ട് ഡോക്ട്രിനലി ഒരു സ്വഭാവമേ പാടുള്ളൂ. പിന്നെന്തോ വ്യത്യാസം സാഹചര്യമാണ്. എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് വ്യത്യാസമായിരിക്കും ഈ സഹോദരനിൽ നിന്ന്. പക്ഷേ അടിസ്ഥാനപരമായിട്ടും ഒരേ സ്വഭാവമായിരിക്കണം എല്ലാ സാക്ഷ്യങ്ങളും. അപ്പോൾ അതാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാമായിരിക്കും, അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഒരു രത്ന ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുക. ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പുള്ള എൻ്റെ ചിത്രം, ബിഫോർ ക്രൈസ്റ്റ്, BC, അല്ലേ? ഇതായിരുന്നു നമ്മളെല്ലാവരും. അപ്പം ഞാൻ സാക്ഷ്യം പറയുമ്പോഴും സഹോദരൻ സാക്ഷ്യം പറയുമ്പോഴും തത്വത്തിൽ ഇത് തന്നെയായി പറയുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ആദ്യം എന്തോ പറയണം? ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് പറയണം. പക്ഷെ അത് പറയുമ്പോൾ മനസ്സിൽ ഉപദേശപരമായൊരു ലക്ഷ്യം വേണം. ഇതായിരിക്കണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഞാനൊരു പാപിയായിരുന്നു. അല്ലാത്ത സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കണ്ണമ്മൂലി ജനിച്ച ആളായിരുന്നു, എല്ലാ വ്യാഴാഴ്ചയും ഞാൻ വഴുതക്കാട് പോകുമായിരുന്നു. ഇതും ഈ പറഞ്ഞതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാം ഒരു ബന്ധവും ഇല്ല. ഇനി വഴുതക്കാട് പോയപ്പോൾ ഒരു സുവിശേഷം നീ കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനെന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ എന്തായി? ചുമ്മാ സമയങ്ങളെ സംസാരിക്കുകയാണ്. അതായത് അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറയരുത്. ഈ പശ്ചാത്തലമായിട്ട് ബന്ധമില്ലാത്ത എൻ്റെ പഴയ ജീവിതത്തിലെ കഥകൾ എനിക്ക് എന്നെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാം. അതെ, നമുക്കല്ല നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ പോയ പ്രശ്നമാണ് പലർക്കും. പിന്നെ ക്രിസ്തുവിനെയൊക്കെ കുറേ കഴിഞ്ഞിട്ടേ ഓർക്കത്തുള്ളൂ.
അല്ലേ? അപ്പം ഇങ്ങനെ കഥ പറഞ്ഞു പോകും പഴയ കാര്യങ്ങൾ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് തെളിയിക്കാനല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തിലെ ഒന്നും പറയരുത്. നിങ്ങളുടെ ഭൂതകാലത്തിലെ, അതായത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള കാലത്തിലെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതെന്ത് തെളിയിക്കാനായിരിക്കണം? ഞാൻ മരിച്ച ഒരു പാപിയായിരുന്നു, ഞാൻ സ്വഭാവം കൊണ്ട് ദൈവക്രോധത്തിന് കീഴിലായിരുന്നു. ഈ ഉപദേശപരമായ ലക്ഷ്യത്തിൽ ചെന്ന് എത്തിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയ കഥയൊന്നും ആർക്കും കേൾക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉദ്ദേശത്തിൽ ചെന്നെത്തുന്നെങ്കിലേ അത് പറയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും? എഴഞ്ഞു പോവും സാക്ഷ്യം. അല്ലെ? ചിലർ സംസാരിക്കുന്ന കേട്ടില്ലേ, അവിടെ പോകുന്നു, പിന്നെ ഇവിടെ പോകുന്നു, പിന്നെ അവിടെ പോകുന്നു, അല്ലേ? ഇപ്പൊ കഴക്കൂട്ടത്തുനിന്ന് കണിയാപുരം വരാൻ വന്ന കുറച്ചു ദൂരം ശ്രീകാര്യം പോവാം, പിന്നെ വേണേ ഒന്ന് പോകുമ്പോൾ വരെ പോവാം, അല്ലേ? അങ്ങനെയാണോ ആരെങ്കിലും പോകുന്നത്? കഴക്കൂട്ടത്തുനിന്ന് കണിയാപുരം നേരെ ഇങ്ങനെ വന്നാൽ പോരെ? ചിലർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ പോയി, ഇതെന്തിനാണ് അങ്ങോട്ട് പോയത്? എന്തിനോ പോയി. ചില മെഗാ സീരിയൽ പോലെയാണ്. 1300 എപ്പിസോഡുണ്ട്, കഥ 3 എപ്പിസോഡേ ഉള്ളൂ. ചുമ്മാ നമുക്കിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പറയാം. പിന്നെ എന്തുമായിരുന്നു ഈ 1000 എപ്പിസോഡ്? ചുമ്മാ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് തിരിയുന്നു. ചില ഓട്ടോക്കാരന്മാരെ പിന്നെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, എഴഞ്ഞു നീങ്ങും. അതപ്പോൾ കേൾവിക്കാർക്ക് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും പ്രസംഗമായാലും സാക്ഷ്യമായാലും എന്തായാലും കേൾവിക്കാരൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കണം. ലിസണർ പെർസ്പെക്റ്റീവ് എന്ന് പറയും. ഇത് ചിന്തിക്കാത്തോട്ടാണ് ഈ ബോറൻ പ്രസംഗങ്ങളും ബോറൻ സാക്ഷ്യങ്ങളും ബോറൻ സംസാരവും. അവരെക്കുറിച്ച് മാത്രം. കേൾവിക്കാരന് എങ്ങനെ ഇത് കേൾക്കുന്നത്? ഇത് കേൾക്കുന്നവന് വട്ടാവുക. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇത് ഒരിടത്തും എത്തുന്നില്ല. നാവുമ്പോൾ എന്ത് ചെയ്യും? 5 മിനിറ്റ് കഴിയുമ്പോൾ ആളുകളെല്ലാം ഓഫ് ചെയ്യും, ചെവിയൊക്കെ ഓഫ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഇരിക്കും. നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ള മിടുക്കന്മാരാണ് സഭയിൽ, അല്ലേ? ഇങ്ങനെ ഇരിക്കാൻ എവിടെ കേൾക്കുന്ന? നമ്മളെ വീട്ടിൽ പോയിട്ട് മറ്റേ TV വെച്ചിട്ട് അത് കാണണം. ഇതെല്ലാം ആലോചിച്ചോണ്ടിരിക്കുക. കാരണം എന്താ? ഇയാളെ ഫോളോ ചെയ്യാൻ ഇയാൾ ഒരിടത്തും എത്തുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സാക്ഷ്യം കേൾക്കുന്ന ആളുകൾ നിർത്തും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു ലക്ഷ്യബോധം വേണം, യുക്തിപരമായിരിക്കണം. പക്ഷെ എന്തായിരിക്കണം യുക്തി? വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശപരമായ ലക്ഷ്യം എന്താണ്? ഞാനൊരു പാപിയായിരുന്നു. നീ എന്തായി പാപി എന്ന് പറഞ്ഞ? അപ്പോൾ പണ്ട് ഞാൻ സഭയിലൊന്നും പോകത്തില്ലായിരുന്നു, അതാണോ പാപം? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മൾ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ഒരു നന്മയും ചെയ്യുവാൻ നമ്മളിൽ ഒരു പ്രാപ്തിയും ഇല്ലായിരുന്നു. നമ്മൾ പിശാചിന്റെ കീഴിലായിരുന്നു. അതാണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അനുസരിച്ചു നടക്കുന്നവരായിരുന്നു. നമ്മൾ ജഡമോഹങ്ങളിൽ നടക്കുന്നവരായിരുന്നു, അല്ലെ? നമ്മൾ ലോകത്തിൻ്റെയും കാലഗതിയുടെയും അധികാരത്തിന് കീഴിലായിരുന്നു. അപ്പോൾ എന്തൊക്കെ വന്നു? ജഡം വന്നു, ലോകം വന്നു, പിശാച് വന്നു, എല്ലാം ഉണ്ട്. ഇതിനെല്ലാം അനുസരിച്ച് നടക്കുന്ന ഒരു തികഞ്ഞ ജഡീകനായിരുന്നു ഞാൻ. അതു നിമിത്തം ഞാൻ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അവകാശിയായിരുന്നു. അപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾ ഓർക്കണമല്ല, ഞാൻ ഒരു മര്യാദ പാപിയായിരുന്നു. അതായത് കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. അവന് അത്രയ്ക്ക് വലിയ രക്തമൊന്നും എനിക്ക് വേണ്ടി വന്നില്ല കേട്ടോ. യേശുവിൻ്റെ ചെറിയ 2 തുള്ളികളൊക്കെ മതി. എന്നെ അങ്ങനെ പിടിച്ച് മുക്കൊന്നും വേണ്ട രക്തത്തിൽ. എനിക്ക് 1-2 ചെറിയ പാപം. അങ്ങനെ പറയുന്നവർക്ക് ഈ വേദഭാഗം നിങ്ങളെയും കൂടെ കുറിച്ചാണെന്ന് ബോധ്യമില്ല. ഇത് സകല മനുഷ്യരുടെയും കുറിച്ച് പറഞ്ഞിരിക്കുക, അല്ലാതെ മര്യാദ പാപിയൊന്നുമില്ല, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും എന്തായിരുന്നു ഓർക്കണം. അത് എൻ്റെ ജീവിതത്തിൽ, അപ്പോൾ സാക്ഷ്യം പറയുമ്പം ഈ വാക്യം കോട്ട് ചെയ്താൽ പോലെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കി? പൗലോസിൻ്റെ ഈ വേദഭാഗം വായിച്ചപ്പോഴാണോ മനസ്സിലായത്? അതോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ദൈവമായിട്ട് നൽകിയ പാപബോധത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇത് തന്നെയാണോ? അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണണമെന്നില്ല, പക്ഷെ അടിസ്ഥാന സ്വഭാവം ഞാനൊരു മരിച്ച പാപിയാണ്, യേശുവിനെ ഞാൻ ജീവിതത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് ജീവനില്ല, ഞാൻ ദൈവക്രോധത്തിൽ പോകുമെന്ന് ഉറപ്പായ ഒരു നിമിഷമുണ്ടല്ലോ. ആ തിരിച്ചറിവ് വന്നത് എങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചപ്പോൾ അത് തിരിച്ചറിവ് വന്നു? അതാണ് സാക്ഷ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഇതൊരു ഘടനയാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ആ ഘടനയിലെ ഒന്നാമത്തെ ഭാഗം, ഇതെൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ സാക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലർക്കും മനസ്സിലാവുന്നത് ഈ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടന്നിട്ടില്ലല്ലോ, അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് വലിയൊരു ചോദ്യം. ചുമ്മാ തലവേദന മാറാനും വീടിനപ്പുറത്തൊരു സ്ഥലം വെക്കാനും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി യേശുവിൻ്റെ അടുക്ക വന്നു, അങ്ങനെയുള്ളവർക്ക് ഈ സാക്ഷ്യമൊന്നും പറയാൻ പറ്റും. ഭൗതികമായ കുറച്ച് നന്മകളൊക്കെ കിട്ടാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ അടുക്ക വന്നു. അല്ല, മരിച്ചെന്നറിഞ്ഞില്ലേ? ഇല്ല. നിങ്ങൾ പാപത്തിൻ്റെ കീഴിലെന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. അതുകൊണ്ട് നേരായ സുവിശേഷത്തിൻ്റെ കീഴിൽ വന്ന്, നേരായ പാപബോധം വന്ന്, നേരായ രക്ഷയ്ക്ക് ക്രിസ്തുവിൻ്റെ അടുക്ക വന്നവർക്ക് ഈ തിരക്കഥ
എടുത്ത് അവരുടെ സാക്ഷ്യമാക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമുക്ക് നേരെ ചൊവ്വയുള്ള സാക്ഷ്യം പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതൊന്നും ജീവിതത്തില്ല. പൗലോസ് പറയുന്നു ഞാൻ പാപിയാന്ന്, അതല്ല സാക്ഷ്യം. അപ്പോൾ കണ്ടോ, നമ്മൾ ശരിയായ രീതിയിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ ഘടകം, ഇങ്ങനെയൊക്കെ കോപത്തിന്റെ മക്കളായിരുന്നു നമ്മൾ, പക്ഷേ 4-ാമത്തെ വാക്യം മുതൽ കരുണാസമ്പന്നനായ ദൈവമോ, അല്ലേ, ബട്ട് ഗോഡ്, എന്നാൽ ദൈവമോ. അവിടെ എന്നാൽ മലയാളം ബൈബിളിൽ ഇല്ല, അവിടെ എന്നോ എന്നൊക്കെ പറഞ്ഞ് ചേർത്തിരിക്കുക. പക്ഷെ കുറച്ചുകൂടെ പറയേണ്ടിയിരുന്ന എന്നാൽ, അല്ലേ, പക്ഷേ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അതായത് ആ സ്നേഹം അവിടാണ് യോഹന്നാൻ 3:16 കിടക്കും. എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചേ? യോഹന്നാൻ 3:16 ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ചു, അല്ലേ? ആ സ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത് വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനും ക്രിസ്തയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതിനിടയിൽ ഹൈഫൻ ഇട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹാക്രോധത്തിൽ പോകുവാൻ നല്ല അർഹതയുള്ളവരായ നമ്മെ പക്ഷെ ദൈവം മറിച്ച് എന്ത് ചെയ്തു? കൃപ തന്നു, അല്ലേ? അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഘടകം. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് ദൈവത്തിൻ്റെ മഹാകൃപയാണ്, അല്ലേ? അവൻ്റെ മഹാസ്നേഹം, അവൻ്റെ മഹാദയ. ഇവിടെ ഒരുപാട് വാക്കുകളുണ്ട്, കൃപ, ദയ, സ്നേഹം, മനസ്സലിവ്. അപ്പം നമ്മുടെ സാക്ഷ്യത്തിൽ രണ്ടാമത്തെ ഘടകം, ഇതെല്ലാവർക്കും അറിയാവുന്നതാണേലും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകമാണ് ഒരർഹത യോഗ്യത ഇല്ലാത്തവരെയാണ് ദൈവം കൃപ കൊടുത്ത് രക്ഷിക്കുന്നത്, അല്ലേ? അല്ലാതെ അല്പമൊക്കെ ദൈവത്തോട് സഹകരിക്കുന്നവർക്ക് ദൈവം കൃപ കൊടുക്കും, അല്ല. ഒരു കാശിനും കൊള്ളാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ ദൈവം എന്ത് ചെയ്തു? ദൈവം സ്നേഹിച്ച് നമ്മളെ ഈ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമുക്ക് പുതുജീവൻ നൽകി, അതായത് വീണ്ടും ജനിപ്പിച്ചു. അതുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ പറയേണ്ടതാണ് ഞാൻ വീണ്ടും ജനിച്ചു. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ക്രിസ്ത്യാനികൾക്ക് സാക്ഷ്യം പറയാൻ വകുപ്പില്ല. അപ്പോൾ എപ്പോഴും ഓർത്തണം, സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? വീണ്ടും ജനനം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു? ദൈവം അങ്ങനെ അത് ചെയ്തെടുത്തു. അതാണ് രണ്ടാമത്തെ ഘടകം. അത് ചിലപ്പോൾ നിങ്ങളൊരു പ്രസംഗം കേട്ടപ്പോഴായിരിക്കും, അല്ലെ, ഒരു മീറ്റിങ്ങിന് പോയി സുവിശേഷ പ്രസംഗം കേട്ടപ്പോഴായിരിക്കും. എങ്ങനെയാണെങ്കിലും അവിടെ ആത്മീക ലോകത്ത് സംഭവിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ഈ പാപത്തിൻ്റെയും അതിക്രമങ്ങളാലുമുള്ള മരണാവസ്ഥയിൽ നിന്ന് കൃപയാൽ ഉയർപ്പിച്ച് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലാണ്. നമ്മുടെ ഇരിപ്പ് വശം വെച്ചിട്ട്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇരിപ്പ് വശം വെച്ച്, നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ സ്വർഗത്തിലല്ല, പക്ഷെ നമ്മുടെ ഇരിപ്പ് വശം വെച്ചിട്ട് നമ്മൾ സ്വർഗത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ പോലെ, അവനുമായുള്ള ഐക്യതയിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഐക്യതയിൽ കടന്നു വന്ന് നമ്മൾ ഇരിപ്പ് വശം വെച്ച് സ്വർഗത്തിലായിരിക്കുന്നു. അപ്പോൾ ദൈവകോപത്തിൽ പോകേണ്ടവരിപ്പോൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിനോടുകൂടെ ഐക്യം പ്രാപിച്ച് ജീവൻ പ്രാപിച്ച് സ്വർഗത്തിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മളിപ്പോൾ ആരായി? നമ്മൾ ദൈവ മക്കളായി. അപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ സാക്ഷ്യത്തിൽ പറയേണ്ട ഘടകം. എൻ്റെ ജീവിതത്തിൽ വീണ്ടും ജനനം എപ്പോൾ സംഭവിച്ചു? പാപത്തോടുള്ള എൻ്റെ മരണം, പാപം നിമിത്തമുള്ള മരണം എപ്പോൾ നീങ്ങി? ഞാൻ എപ്പോൾ ജീവിച്ചു? ഞാൻ എപ്പോൾ ജനിച്ചു? ഇത് പറയാൻ പറ്റണം. അല്ലാതെ ഞാൻ സഭയിൽ പോകാൻ തുടങ്ങി, അത് സാക്ഷിയല്ല. സഭയിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു, 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, ഇനി മുതൽ എന്നും ഞാൻ ഈ മീറ്റിങ്ങിന് വരുവേ, ഇതൊന്നും സാക്ഷിയല്ല, അല്ലേ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ എനിക്ക് രോമാഞ്ചം വന്നു, ഞാൻ എന്തൊക്കെയോ അന്യഭാഷയെ പറഞ്ഞു, അതും സാക്ഷിയല്ല. ഇങ്ങനത്തെയൊക്കെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ട്. അവരൊന്നും രക്ഷിക്കപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപം നിമിത്തമുള്ള മരണം നീങ്ങി എനിക്ക് എന്ത് വരണം? വീണ്ടും ജനനം സംഭവിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപിയായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. യഥാർത്ഥമായിട്ട് എനിക്ക് ബോധ്യം, പൗലോസ് പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ദൈവക്രോധത്തിൻ്റെ അടി പോകേണ്ടവനായിരുന്നു, അത്രയ്ക്ക് പാപിയായിരുന്നു, പോക്ക് കേസായിരുന്നു. രണ്ടാമത്
കർത്താവ് എന്നോട് ദയ കാണിച്ച് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇപ്പോൾ ഞാൻ സ്വർഗത്തിലിരിക്കുന്നു. അവൻ്റെ നീതീകരണം ലഭിച്ച് ഞാൻ അവൻ്റെ മകനായി മകളായും തീർന്നിരിക്കുന്നു. ഇനി ആ ഹൈഫനിറ്റ, അതായത് 6ാമത്തെ ആ വാക്യത്തിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരിക്കുക, കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഇവിടെ രക്ഷ? ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലേ? പക്ഷെ അത് ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നീട് താഴെ പറഞ്ഞിരിക്കുന്ന 8ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിശ്വസിക്കാതിരുന്നപ്പോൾ കൃപയാൽ പെട്ടെന്നൊരു ദിവസം വീണ്ടും ജനിച്ചതല്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടും. പിന്നെ വീണ്ടും ജനിച്ചതിൻ്റെ ലക്ഷണമാണ് വിശ്വാസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃപയാൽ എത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പക്ഷേ വിശ്വാസം മൂലമെന്ന് പിന്നീട് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് എന്ത് ലഭിക്കുന്നത്? ഈ ഉയർത്തെഴുന്നേൽപ്പ്, ഈ വീണ്ടും ജനനം അല്ലേ? അപ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. വിശ്വാസം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറേ വസ്തുതകൾ മാത്രം വിശ്വസിച്ചാൽ പോരാ. അത് വിശ്വസിച്ചാൽ നല്ലൊരു സമുദായ പള്ളിയിൽ പോകുന്നൊരു ക്രിസ്ത്യാനിയായി. കാരണം എല്ലാവരും, ഞാൻ പറയാനുണ്ടല്ലോ, അതുപോലും ആവണമെന്നില്ല. രക്ഷിക്കപ്പെടാത്ത ഹിന്ദു മാതൃഭൂമിയിൽ ജേർണലിസ്റ്റാണ്. പക്ഷേ ക്രിസ്മസിന് അന്ന് എഴുതും, മാനവജാതിക്കായിട്ടതാ മനുഷ്യപുത്രൻ കടന്നു വന്ന ദിവസം വന്നു എന്നൊക്കെ അല്ലേ? എല്ലാ കടക്കാരനും അല്ലേ, ഏത് ജാതിയിലുള്ളവനും അവിടെ അന്ന് സ്റ്റാറൊക്കെ തൂക്കിയിടും. അതുപോരാ, വെറുതെ ഒരു ബുദ്ധിപരമായ അറിവല്ല, യേശുക്രിസ്തു എന്ന വ്യക്തിയിലുള്ള വിശ്വാസം. അപ്പം നമ്മുടെ സാക്ഷ്യത്തിൽ നമ്മൾ അതാണ് എടുത്ത് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന വ്യക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവക്രോധത്തിൻ്റെ അടിയിൽ പോകും. ഈ യേശു ഇല്ല, ഞാൻ ദൈവക്രോധത്തിൽ. അപ്പം ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ള ജീവിത സാഹചര്യമാണ് നമ്മൾ സാക്ഷ്യത്തിൽ കഥാരൂപേണ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മലയാളത്തിൽ അതിനിടയ്ക്ക് കയറി വരുന്നുണ്ട്. ഇനി നമുക്കൊരു പ്രത്യാശയുണ്ട് അല്ലേ? വരുവാനിരിക്കുന്ന കാലങ്ങളിൽ 6ഉം 7ഉം വാക്യങ്ങളാണ് മലയാളത്തിൽ. ക്രിസ്തയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെയോ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? നിത്യത. നിത്യതയുടെ ഒരു പ്രത്യാശ നമുക്ക് ലഭിച്ചു. അപ്പോൾ കണ്ടോ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഈ 3 ഘടകങ്ങളും നമ്മുടെ സാക്ഷ്യത്തിൽ ഉണ്ടായിരിക്കണം. ഭൂതകാലത്തിൽ അയ്യോ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഞാനൊരു തികഞ്ഞ പാപിയായിരുന്നു, ഞാൻ ദൈവക്രോധത്തിൻ്റെ അടിയിൽ പോകുന്നവനായിരുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് പാപബോധമുണ്ടായി, ഞാൻ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചു. ഇനി ഭാവി കാലത്തെ സംഭവിച്ച് മറ്റന്നാൾ ഈ വിസ കിട്ടും, കാനഡയിൽ പോവും അല്ല, നിത്യതയിൽ ഞാൻ എന്തനുഭവിക്കും? കർത്താവിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ ഞാൻ അനുഭവിക്കും. അപ്പോൾ ഇനിയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞാൻ നിത്യതയിൽ പോയി അനുഭവിക്കും. അപ്പം നിത്യതയുടെ പ്രത്യാശ ലഭിച്ചവനാണെന്ന് പറയാൻ പറ്റണം. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ സാക്ഷ്യത്തിൽ നമ്മൾ നമ്മുടെ കഥയിൽ നിന്ന് പറയേണ്ടത്. കൂടെ അതിനോട് ചേർത്ത് നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചേർത്ത് പറയേണ്ടതാണ് അവസാനത്തെ വാക്യം. എന്താണ്? നിങ്ങൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏത് വിശ്വാസം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കാരണം വിശ്വാസം എന്നുള്ള വാക്ക് എല്ലാവരും കിടന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? പ്രവൃത്തികൾ കൂടാതുള്ളൊരു വിശ്വാസം. അതാണ് നമ്മളെ നീതീകരിക്കുന്ന വിശ്വാസം. അതാണ് നമ്മളെ ശരിക്കും രക്ഷയിലേക്ക് നയിക്കുന്നത്. വീണ്ടും ജനിക്കുവാൻ വേണ്ട വിശ്വാസം എന്താണ്? ഒരു പ്രവൃത്തിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്നു. അല്ലാതെ യേശുവിലും വിശ്വസിക്കുന്നു, പിന്നെ യേശു പറയുന്ന കുറച്ച് മതപരമായ പ്രവൃത്തിയും കൂടെ ഞാൻ ചെയ്തു കളയാം, അനുസരണം. അതാണ് ഗലാത്യ ലേഖനം വായിക്കേണ്ടത്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കുറച്ച് യേശുവിനെ സഹായിക്കാമെന്ന് ഗലാത്യ സഭക്കാർ വിശ്വസിച്ചു. കർത്താവ് ഞങ്ങൾ വേണമെങ്കിൽ അല്ലേ സർക്കംസിഷൻ, എന്താ എൻ്റെ മലയാളം, പരിച്ഛേദനവും കൂടെ വേണേൽ ചെയ്ത് ഞങ്ങൾ നല്ല യഹൂദന്മാരാകാം. കർത്താവ് പൗലോസ് പറഞ്ഞു, ഏതവനടാ ഈ പന്ന സുവിശേഷം നിങ്ങളോടൊക്കെ പ്രസംഗിച്ചത് അല്ലേ? അതാ പറഞ്ഞത്. ഈ ഞങ്ങൾ പഠിപ്പിച്ച സുവിശേഷത്തിന് പകരം വേറെ ആരെങ്കിലും എന്ത് സുവിശേഷം, ഇനി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി നിങ്ങൾക്ക് വെളിപ്പാട് കിട്ടിയാലും അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ കണ്ടോ, അനുസരണത്തിലൂടെയുള്ള രക്ഷയല്ല ഇത്. അനുസരണം രക്ഷയുടെ ഫലമാണ്, തെളിവാണ് അല്ലേ? അതാണ് പിന്നെ പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശുവിൽ പല സൽപ്രവർത്തികൾ ചെയ്യാൻ, പക്ഷെ പ്രവർത്തികളാലല്ല. അപ്പൊ നമ്മുടെ സാക്ഷ്യത്തിൽ അത് നമ്മൾ എടുത്തു പറയണം. ഇല്ലെങ്കിൽ ഇത് അവസാനം ഓക്കെ യേശുവിലും കൂടെ വിശ്വസിക്കാം.
എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കും. അപ്പോൾ കണ്ടു, എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ ആരായിരുന്നു യേശു വരുന്നതിന് മുമ്പ്? പാപിയായിരുന്നു, ദൈവക്രോധത്തിന് യോഗ്യനായിരുന്നു. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് എന്തുണ്ടായി? എനിക്ക് പാപബോധം വന്ന് ഞാൻ യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചു. ആ വിശ്വാസം പക്ഷേ പ്രവൃത്തിയിൽ അടിസ്ഥാനമിട്ടതല്ല. ഇന്നെനിക്ക് എന്തുണ്ട്? ഇന്നെനിക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിത്യതയുടെ പ്രത്യാശയുണ്ട്. ഈ ഉപദേശപരമായ ലക്ഷ്യങ്ങൾ വെച്ച് വേണം നമ്മൾ നമ്മുടെ ജീവിത കഥ പറയാൻ. ഇല്ലെങ്കിൽ കഥാപറച്ചിലായി പോകും. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ സാക്ഷ്യം പറയുമ്പോൾ പല വിശ്വാസികളെയും, പ്രത്യേകിച്ച് വേന്ദ്രന്മാരുണ്ട്, ഇത് ഉദ്ദേശിച്ച് ചെയ്യുന്നവരുണ്ട്. ചിലർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ സാക്ഷ്യത്തെ മുതലെടുക്കുന്നവരുണ്ട്. അതായത് ഈ കഥയിലെ നായകൻ യേശു ആണേലും കയ്യടി മുഴുവൻ നമുക്കാണ്. ഈ തിരക്കഥ എഴുതിക്കൊണ്ട് ചില വേന്ദ്രന്മാർ വരും, അപ്പോഴേ മൈക്ക് പിടിച്ച് മാറ്റണം. നല്ല അധ്യക്ഷന്മാരാണ് പിടിച്ചുകൊണ്ട് മാറ്റും. ഇവൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരുന്നുണ്ട്, ഇവന് സ്വന്തമായിട്ട് കുറച്ച് കയ്യടി കിട്ടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെയൊക്കെ പൊക്കി പറയുന്നുണ്ട്. അങ്ങനെ യേശുവിനെ നായകനാക്കി വെച്ചിട്ട് കയ്യടി മുഴുവൻ നമുക്ക് ആ പരിപാടിയല്ല. നമ്മൾ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മുടെ സ്വാർത്ഥതയൊന്നും കയറി സ്വയസ്നേഹമൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും ആത്യന്തികമായിട്ടും ഈ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരക്കഥയ്ക്കകത്ത് നിൽക്കണം. അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലെപ്പോഴും 3 ഘടകങ്ങളുണ്ട്. എൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തിയാലല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി ഞാൻ പറയുന്നതെല്ലാം ഇത് തന്നെ മറ്റു വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ദൃഷ്ടാന്തം പോലെ. കാരണം ഇത് ഉപദേശപരമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ ഇതേ സ്വഭാവമുള്ള ഒരു സാക്ഷ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ തന്നെ വായിക്കാം. 13-ാമത്തെ വാക്യം. യഹൂദ മതത്തിലെ എൻ്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ക്രിസ്തു വരുന്നതിന് മുൻപുള്ള ഈ ഭൂതകാലം പൗലോസ് പറയണം, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ യഹൂദ മതത്തിൽ എങ്ങനെ നടന്നവനായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അതെ, എൻ്റെ പാരമ്പര്യമായിരുന്നു എനിക്കെല്ലാം. കേട്ടോ, അപ്പോൾ ക്രിസ്തുവല്ല, പാരമ്പര്യമായിരുന്നു എനിക്കെല്ലാം. അല്ലേ? ഇനി താഴോട്ട് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും കണ്ടോ, അത് നമ്മുടെ എഫീസ്യ ലേഖനത്തിൽ കണ്ട പോലെയാണ്. ഞാൻ തെറ്റായ വഴി പോയതായിരുന്നെങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. കേട്ടോ, അപ്പോൾ എപ്പോഴും ഭൂതകാലത്തിലെ പാപജീവിതം കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്നത് എന്നാലും ദൈവം, എങ്കിലും ദൈവം. അതായത് എൻ്റെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായ ഒരു പ്രതിഫലം തന്നെ പറഞ്ഞു വിട്ടില്ല ദൈവം. സ്തോത്രം. അല്ലേ? ഞാൻ ചിന്തിച്ചു വെച്ച മൂടത്തരത്തിൽ പോയി ഞാനങ്ങ് തൊലയാൻ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ആ ആദ്യത്തെ പ്രവൃത്തി, ആ ഇനിഷ്യേറ്റീവ് ആരാ? ദൈവമാണ്. അല്ലേ? ദൈവം മുതിർന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാണ്. അപ്പോൾ അത് കണ്ടോ, അത് വീണ്ടും പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും എങ്കിലും എൻ്റെ ദൈവം, അല്ലേ, സുവിശേഷത്തിൽ ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, കേട്ടോ, എനിക്ക് ക്രിസ്തുവിനെ കാണിച്ചു തന്നു. ഇല്ലേ ഞാൻ ആ വഴി പോയി സഭയെ മുടിച്ച് മരിച്ച ഒരു ദുഷ്ടനായത് നമ്മളെല്ലാം ഓർത്തിരുന്നേനെ. ആ പൗലോസിനെ പോലത്തെ ഒരു ദുഷ്ടൻ. ഇന്ന് അങ്ങനെയൊക്കെ പ്രസംഗം ഉണ്ടായിരുന്നേനെ. നമ്മൾ പൗലോസ് എന്ന് അങ്ങനെ ചിന്തിക്കാമായിരുന്നു. പക്ഷേ ദൈവം അതിനൊരു വ്യത്യാസം വരുത്തുവാൻ കയറി ഇടപെട്ടു. അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മാംസരക്തങ്ങളോടൊന്നും അറിയിച്ചില്ല. അല്ലേ? അത് കഴിഞ്ഞ് അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 22 മുതൽ. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുൻപേ നമ്മെ ഉപദ്രവിച്ചൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്നു മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ കണ്ട രൂപാന്തരം, രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഘടകങ്ങൾ കാണാൻ കഴിയും. ഇനി തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരാം. 13-ാം വാക്യം മുതൽ 1-ാമത്തെ അധ്യായം, 1 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കട്ടെ. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. അല്ലാതെ ഞാനൊരു മര്യാദ പാപിയായിരുന്നു,
നല്ല യഹൂദ മതത്തിലെ തികഞ്ഞ ഭക്ത, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഈ സാക്ഷ്യം പറയുമ്പം എനിക്കൊരു തുള്ളി രക്തം വേണമായിരുന്നു പിന്നെ യേശു തന്നു കേട്ടാ. നമ്മളിങ്ങനെയൊക്കെ പറയും, ഞാനൊരു ദുഷ്ടനും നിഷ്ഠൂരനും. നമുക്കിതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാ. നിഷ്ഠൂരനോ, അതെന്തോന്നാ അല്ലേ? നമുക്കതിൻ്റെ അർത്ഥം പോലും, ക്രൂരൻ എന്നുള്ള അർത്ഥമാണ് നിഷ്ഠൂരൻ. ദൂഷകൻ എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം പറഞ്ഞു നടന്നവനാണ്. യേശു കള്ളനാന്നും പറഞ്ഞു നടന്നു, ഞാൻ ബ്ലാസ്ഫീം ചെയ്തു അല്ലേ? നമ്മളാരെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷ്യം കേട്ടിട്ട് പറയും. പോലെ ഈ അടിച്ച് പൊളിച്ച് ജീവിതം തൊലച്ചവനൊക്കെ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടു വരും. അല്ലാതെ ഈ മര്യാദ പാപികളുണ്ട്, ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, ഇവർക്ക് ഇപ്പോഴും പാപബോധം വന്നിട്ടില്ല. പാപബോധം വന്നാൽ പൗലോസിനെ പോലെ നമ്മൾ ഞാനൊരു ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും കണ്ടോ, എപ്പോഴും ആ എങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അതാണ് കൃപ അല്ലേ? നമ്മുടെ പാപത്തിൻ്റെ പ്രതിഫലത്തിനൊത്തവണ്ണം ദൈവം നമുക്ക് പ്രതിഫലം തന്നങ്ങ് വിട്ടില്ല അല്ലേ? പാപത്തിനൊത്തവണ്ണം പ്രതിഫലം നൽകില്ല. എങ്കിലും എങ്കിലും മനസ്സിലാക്കണം. അപ്പോഴേ ദൈവകൃപ നമ്മൾ വിലയേറിയതായിട്ട് എണ്ണത്തുള്ളൂ. പലരും ഈ കൃപ എന്താ ചെയ്യുന്നത്? ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് നേരെ ചൊവ്വേ ഒരു മലയാളം ഇല്ല അല്ലേ? ആർക്കെങ്കിലും അറിയാം ടേക്കൺ ഫോർ ഗ്രാൻഡഡിൻ്റെ മലയാളം എന്താ അതിൻ്റെ അർത്ഥം? എല്ലാവർക്കും ഇംഗ്ലീഷ് പറയുമ്പോൾ അറിയാം, ഇവിടെ ബുദ്ധിയിൽ കത്തുന്നുണ്ട്. പക്ഷേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു വരം പോലെ നമുക്കങ്ങ് ലഭിച്ചിരിക്കുകയാണ് അല്ലേ? അതൊരു ദാനമാണ്, വിലയേറിയ ദാനമാണെന്നുള്ളൊരു ഗൗരവം ഉള്ളിലില്ല. ക്രിസ്തു മരിച്ചത് കൊണ്ട് എനിക്ക് സൗജന്യമായി കിട്ടുന്നൊരു ദാനമാണ്, അല്ലാതെ എനിക്ക് ലഘുവായിട്ട് എടുക്കാൻ പറ്റുന്ന ഇപ്പം എന്തോ ഇത്ര വലിയ കാര്യം എല്ലാവർക്കും കിട്ടുന്നില്ലേ കൃപ? അങ്ങനെ പറ്റത്തില്ല. ഈ എങ്കിലും, എൻ്റെ പാപത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ ഈ എങ്കിലും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മുടെ പാപത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം, നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യം വേണം. എങ്കിലേ ഇതിനിടയിൽ പാലമായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ. ഇത് ഞാൻ വലിയ പാപിയൊന്നുമല്ല, ദൈവം അത്ര വലിയ വിശുദ്ധനും അല്ലെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ക്രൂശിന് അത്രയേ ഉള്ളൂ മഹത്വം. അപ്പോൾ എന്തോ ഇത്ര വലിയ പാട് അല്ലേ? ഇതൊരിക്കലും യോജിക്കാൻ പറ്റാത്ത അത്ര വലിയ വ്യാപ്തിയുള്ളൊരു ഗർത്തമായിരുന്നു, ഒരു ഗൾഫായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ അയ്യോ ഈ ക്രൂശിൻ്റെ പ്രവൃത്തി വലിയ പ്രവൃത്തിയാണല്ലോ അല്ലേ? എന്നെ ദൈവത്തിന് ഒരിക്കലും ഈ ക്രൂശില്ലാതെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആ ബോധ്യം വരണം, ദൈവത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ബോധ്യം വരണം. അതുകൊണ്ടാണ് എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എങ്കിലും കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് പറയാൻ പറ്റണം. ഇതാണ് ശരിക്കും പാപബോധം ലഭിച്ച് കൃപ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ സാക്ഷ്യം അല്ലേ? ഞാൻ ഒരു മര്യാദ പാപിയായിരുന്നെങ്കിൽ 3 തുള്ളി വേണമായിരുന്നു, അങ്ങനല്ല. പാപികളിൽ ഒന്നാമൻ. അതായത് ഇപ്പോൾ പൗലോസിനോട് ചോദിക്കുക, പൗലോസ് എന്തിനാ ക്രിസ്തു ഭൂമി വന്നേ? അതോ ലോക മാനവ ജനതയെ? അങ്ങനെയൊന്നുമല്ല, എന്നെ രക്ഷിക്കാം, പിന്നെ നിങ്ങളെയും കൂടെ രക്ഷിക്കാം. വന്നത് എനിക്കാ, പിന്നെ കുറച്ച് തുള്ളി നിങ്ങൾക്കൊക്കെ തളിച്ചേച്ചുണ്ട്, പക്ഷെ മുഴുവനും ചൊരിഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു അല്ലേ? അതാണ് പൗലോസിൻ്റെ ബോധ്യം. ഞാൻ ചിലപ്പോൾ കളിക്ക് പറയും, നമ്മൾ പറയുമല്ലോ വചനത്തിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറയും ഒരു തെറ്റുണ്ട്, ഇതാണ്ടേ ഏറ്റവും വലിയ പാപി പൗലോസാണ്, തെറ്റിപ്പോയി. ഏറ്റവും വലിയ പാപി ഞാനാ, പൗലോസിന് തെറ്റിപ്പോയി. പക്ഷേ ഇത് പൗലോസ് എന്തുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയതാണോ? ഇതാണ് എല്ലാ പാപികളുടെയും ഏറ്റുപറച്ചിൽ. ശരിക്കും കൃപ മനസ്സിലാക്കി എല്ലാ പാപികളും പറയുന്നത് പൗലോസെ നീയൊന്നുമല്ല ഞാനാണ്. ആ ഒരു മത്സരം വേണം. നീയൊന്നുമല്ല, നീ എന്താണെന്നോ, നീ ഒരു പാപവും ചെയ്തിട്ടില്ല, വിശുദ്ധൻ അല്ലേ? ഞാനാണ് ഏറ്റവും വലിയ, എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു വന്നത്, നിനക്ക് വേണ്ടിയൊന്നുമല്ല. പിന്നെ നിനക്കൊക്കെ കുറച്ച് എക്സ്ട്രാ കിട്ടിയെന്നേ ഉള്ളൂ. അത്രയ്ക്ക് രക്തം ചൊരിഞ്ഞു, എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ചൊരിഞ്ഞപ്പോൾ നിനക്ക് കുറച്ച് കിട്ടി കേട്ടോ. അപ്പോൾ സാക്ഷ്യം കണ്ടോ? ഭൂതകാലം പറഞ്ഞു, ക്രിസ്തുവിനെ കണ്ടത് പറഞ്ഞു, ക്രിസ്തു നിമിത്തം എന്തു ലഭിച്ചു അല്ലേ? പിന്നെ അവിടെ വായിക്കാനുണ്ട്, നമുക്കത് സമയമില്ല. അപ്പോൾ നമ്മൾ രക്ഷയുടെ സാക്ഷ്യം പറയുമ്പോൾ ഈ 3 ഘടകങ്ങൾ മനസ്സിൽ വെക്കണം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മുടെ ശമരിയക്കാരുത്തി സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഓർക്കണം, അവളൊരു വലിയ മര്യാദ പാപിയൊന്നുമല്ല അല്ലേ? ഒരു ശരി ഒരു പ്രശ്നം പിടിച്ച സഹോദരിയാണ് അല്ലേ? വേശ്യെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ പോലും,
5 ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാരെന്നും അല്ല പറയുന്നത്, 5 പുരുഷന്മാരെന്ന്. അങ്ങനെയുള്ളവർ നമ്മുടെ സഭയൊന്ന്, നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? കൊള്ളാലോ, നല്ലൊരു സഹോദരി വന്നിട്ടുണ്ട് അല്ലേ? അതോ നമുക്ക് നാണക്കേടായിരിക്കും? പക്ഷേ ഇവർ വരുന്ന സഭയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ അല്ലേ? നമുക്കൊരു നാണക്കേടായിരിക്കും അല്ലേ? അപ്പോൾ അത് മനസ്സിൽ വെച്ചോണം. വലിയ മര്യാദ പാപിയൊന്നും അല്ല ഈ വന്നിരിക്കുന്നത്. ഇച്ചിരി പ്രശ്നം പിടിച്ച ഒരു സഹോദരിയാണ്. പക്ഷെ ആ സഹോദരി യേശുക്രിസ്തുമായിട്ടൊക്കെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് 28-ാമത്തെ വാക്യം, അനന്തരം സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്. അപ്പം നിങ്ങൾ ഓർത്തോണം, നമ്മൾ ഈ ചിന്തിക്കുന്ന ശമരിയക്കാർ, നമുക്ക് ഈ വേദഭാഗമൊക്കെ വായിച്ച ശമരിയക്കാരി വലിയ പുള്ളിയാണ്. അന്നത്തെ കാലത്ത് ചിന്തിക്കണം, ഈ സഹോദരിയാണ് ഈ പോകുന്നത്, നമ്മുടെ സഭയിലെ പാസ്റ്ററല്ല ഈ പോകുന്നത് അല്ലേ? ഈ പ്രശ്നം പിടിച്ച സ്ത്രീയാണ് പോയിട്ട് പറയുന്നത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ? ആണെന്നും പറയുന്നില്ല, ആയിരിക്കുമോ അല്ലേ? ഇവളെന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? ഇവളുടെ പാപമൊക്കെ വിളിച്ചു പോവുകയാണ്. ഏതെങ്കിലും നമ്മളെല്ലാം ഓടിപ്പോയി പറയൂ ആരെങ്കിലും, എൻ്റെ പാപമൊക്കെ ഒരുത്തം വിളിച്ച് പൊളിച്ച് എല്ലാം താണ്ട പച്ചയ്ക്ക് പറയുന്നു വന്ന് കേൾക്കുകയാണെങ്കിൽ. നമ്മളാണെങ്കിൽ പറയും അവിടെ പോകരുത്, ആ പ്രവാചകൻ പ്രശ്നമാണ്, കള്ളൻ, നാണം കെടുത്തി അല്ലേ? ഇതെന്താ ഇത്ര സന്തോഷം? എന്തുകൊണ്ടായിരിക്കും പാപം പുറത്തു വന്നതിന് ഒരു സ്ത്രീക്ക് ഇത്ര സന്തോഷം? ഇത് യോഹന്നാൻ വല്ലതും വിശദീകരിച്ച് എഴുതിയിട്ടില്ല. നമ്മൾ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. താഴോട്ട് ചെന്നിട്ട് ഈ 39-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് അവർ പറഞ്ഞു. ഇതാണോ സ്ത്രീ പോയി അവരോട് പറഞ്ഞത്? ലോകരക്ഷിതാവ് വന്നിരിക്കുന്നതാണോ പറഞ്ഞത്? അതോ എൻ്റെ പാപമെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരുത്തം വന്നിരിക്കുന്നു? എന്തുവായിരുന്നു പറഞ്ഞത്? എൻ്റെ പാപമെല്ലാം കണ്ട ഒരാൾ വിളിച്ചു പറയുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ധ്വനി മനസ്സിലാക്കണം. എൻ്റെ പാപമെല്ലാം നാണ്ട ഒരാൾ എക്സ്റേ പോലെ പറയുന്നതല്ല, എൻ്റെ പാപമൊക്കെ പുറത്ത് പറഞ്ഞ് എന്നെ രക്ഷിക്കുന്ന ഒരുവൻ വന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇവൻ ക്രിസ്തുവോ അല്ലേ? അതുകൊണ്ടാണ് അവർ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മറുപടി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അവർക്കും മനസ്സിലായെന്ന്. അപ്പോൾ എൻ്റെ പാപങ്ങൾ പുറത്തു വന്നു എന്ന് പച്ചയ്ക്ക് പരസ്യമായി ആർക്ക് വിളിച്ച് പറയാൻ പറ്റും? പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയ ഒരാൾക്ക് പറയാൻ പറ്റും അല്ലേ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ആരാ? പാപക്ഷമ ലഭിച്ചെന്ന് ഒരു ഉറപ്പുമില്ലാത്തത്. ഇപ്പോൾ എന്നെ ദൈവം ക്ഷമിച്ചു എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ പാപം എനിക്ക് ഏതവനോടും പറയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്കുണ്ട് ഈ പാപമൊന്നും ആരോടും പറയരുത്, പിന്നെ നാണക്കേടായി പോകും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം അവരെ ക്ഷമിച്ചു എന്ന് അവർക്കൊരു ബോധ്യമില്ല അല്ലേ? ദൈവം ക്ഷമിച്ചു എന്ന് ബോധ്യം വന്നവൻ ഇനി ആരോടും പറയാം. അതാണ് ഈ സഹോദരിക്ക് വന്നത് മാറ്റം അല്ലേ? ഈ സഹോദരി പാത്തും പതുങ്ങിയൊക്കെ 12 മണിക്ക് ആരും ഇല്ലാത്തപ്പോൾ വെള്ളമൊക്കെ എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരു രഹസ്യ പാപിയായിരുന്നു. എന്നെയൊന്നും ആരും കാണരുത്, അയ്യോ എന്നെ പിഞ്ച് കുത്തും. ഈ സഹോദരിക്ക് വന്ന് വ്യത്യാസം കണ്ടു. സാക്ഷ്യത്തിൽ പറയുകയാണ്, നമ്മുടെ പൗലോസിനെ കണ്ടു, ഞാനൊരു ദുഷ്ടനും നിഷ്ഠൂരനും മറ്റേതായിരുന്നു, ഞാൻ സഭയെ ഇതൊക്കെ ആരെങ്കിലും വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ വിളിച്ചു പറയാം. കാരണം എന്താണ്? ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ പാപത്തം ഭൂതകാലം പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള വാസ്തവമായ ചിത്രം പറയുവാൻ നമുക്ക് പ്രാഗൽഭ്യം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായ രക്ഷ കിട്ടി. എനിക്ക് പണ്ട് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് സന്തോഷത്തോടെ പറയുന്ന ആരായിരിക്കും? ക്യാൻസർ മാറിയവൻ പറയും. മാറാത്തവൻ ക്യാൻസർ പുറത്തങ്ങ് ആരോട് പറയരുത്, പേടി അല്ലേ? അവരൊക്കെ അറിഞ്ഞിട്ട് ഇനി അവർ ഓടി വന്നു, പിന്നെ അവരെല്ലാം നോക്കും. ഇനിയിപ്പോൾ പറഞ്ഞു എല്ലാവരോടും വിളിച്ചു പോയി പറഞ്ഞു ആർക്ക് പറയാം? ക്യാൻസർ മാറിയവന് പറയാം. കേട്ടോ? അപ്പോൾ ശരിക്കും നമ്മളെന്തോ പറയുന്നു? അയ്യോ ക്രിസ്തുവിനെ കണ്ടുമുട്ടി, ഞാൻ രക്ഷിക്കപ്പെട്ട്, ഞാൻ സ്വർഗത്തിൽ ഇരിക്കുക, ഞാൻ നിത്യതയിൽ ഇനി പോവാ, ഞാൻ ഇന്ന് മരിച്ചാൽ അങ്ങ് പോവും. ഇതൊക്കെ പറയുന്നവന് എന്ത് പറ്റും? പഴയ കാലത്തിലെ കുഴപ്പങ്ങളൊക്കെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ ചീത്തത്തരമൊക്കെ വിളിച്ചു പോകണമെന്നല്ല, ഞാനൊരു പാപിയാണെന്ന് പറയുവാൻ ഒരു ധൈര്യം കാണും. ഞാൻ വലിയ മര്യാദ പാപിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ആര് പുച്ഛിച്ചാലും ഒരു കുഴപ്പമില്ല അല്ലേ? ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു. അതാണ് ഈ സഹോദരി. ഞാൻ ചെയ്തൊക്കെ വിളിച്ച് പോയി പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താ? ഞാൻ ഇന്നൊക്കെ രക്ഷപ്പെട്ടു.
അത് ഇവർക്കും മനസ്സിലായിട്ട് ഇവരും പറയണേ നീ പറഞ്ഞുകൊണ്ടെന്ന് മാത്രമൊന്നുമില്ല, ഞങ്ങൾക്കും മനസ്സിലായി ലോകരക്ഷകൻ അല്ലേ. അവരത് യഹൂദാപരമായ മഷിഹ എന്നൊക്കെ പറയുന്നതിന് പകരം അവർ വെട്ടിത്തുറന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ലോകരക്ഷകൻ, നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞു അല്ലേ. അപ്പോൾ കണ്ടോ, ആ സഹോദരി യേശുവിനെ കണ്ടുമുട്ടിയ സാഹചര്യവും അത് നിമിത്തമുണ്ടായ രൂപാന്തരവും താൻ ആരാണെന്നും താൻ ഇപ്പോൾ ആരാണെന്നും ഒക്കെ രത്നചുരുക്കത്തിൽ പറഞ്ഞ് അതു നിമിത്തം അനേകർ വന്ന് യേശുവിനെ കേട്ട് രക്ഷിക്കപ്പെടും. ഇനി 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് കടന്നു 14 മുതൽ വായിക്കാം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും 1 പത്രോസ് 3:14 മുതലാണ് ഞാൻ വായിക്കുന്നത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായി ഇരുപ്പിൻ. ഇതിൽ ഈ 15-ാം വാക്യം പലപ്പോഴും എടുത്തിട്ട് പിന്നെ സംവാദത്തിനുള്ളൊരു വാക്യമായി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം അല്ലേ. ഇത് സംവാദത്തിനും പ്രതിവാദം എന്നുള്ള ആ തർജ്ജിമയോടെ എനിക്ക് യോജിപ്പില്ല. ഇത് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവനോട് പോയി വാദം പറയാനാണ്, അല്ലാതെ കണ്ണിക്കണ്ടവരോടെല്ലാം മൈതാനത്ത് പോയി വാദിക്കാനല്ല. ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കഷ്ടതയിലും പീഡയിലും ഒക്കെ ആയിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് എന്താടേ തലയ്ക്ക് വല്ലോ ഓളോ ഉണ്ടോ, ഇപ്പം ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പറയണം ക്രിസ്തു കടന്നു, അപ്പോൾ സാക്ഷ്യം പറയണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കുറേ വാദം അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 14-ാം വാക്യത്തിൻ്റെ അവസാനം, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നിങ്ങൾ ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കണം. ഞാൻ ഇത്രയും നാളും വിചാരിച്ച ക്രിസ്തു എന്നെ വിശുദ്ധീകരിക്കുക എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിനെ ഇനി നമ്മൾ വിശുദ്ധീകരിക്കണം. അപ്പം പിന്നെ നമ്മളൊക്കെ ആരായി? അവിടെ വിശുദ്ധീകരിക്കുക എന്നുള്ളതിനേക്കാളും പ്രതിഷ്ഠിക്കുക എന്നുള്ള അർത്ഥമാണ് കുറച്ചുകൂടെ നല്ലത്. കോൺസിക്രേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പം നമ്മൾ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് വീട് പ്രതിഷ്ഠിക്കും, പാല് കാച്ചയല്ല, വീട് പ്രതിഷ്ഠിക്കുക. എന്താ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ കോൺസിക്രേറ്റ് ചെയ്യാൻ, ദൈവത്തിന് വിട്ടുകൊടുക്കും. ഇത് ദൈവത്തിൻ്റെ വീട് അല്ലേ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പ്രതിഷ്ഠിക്കും, ശിശുക്കളെ പ്രതിഷ്ഠിക്കും. ആ ഒരു അർത്ഥത്തിലുള്ള വാക്കാണ് ഇവിടെ. അല്ലാതെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഭാവി ഞാൻ അവനെ പോയി വിശുദ്ധീകരിക്കാതല്ല കേട്ടോ. ഇവിടെ കോൺസിക്രേറ്റ്. അപ്പോൾ എന്താണ് പ്രതിഷ്ഠിക്കുക? ഹൃദയങ്ങളിൽ കർത്താവായി ക്രിസ്തുവിനെ വിശുദ്ധീകരിപ്പിൻ. പ്രതിഷ്ഠിക്കുക എന്ന് ക്രിസ്തുവിനെ. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏക കർത്താവേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ എന്താ പറഞ്ഞു വന്നേ? പ്രതിവാദം നടത്തുന്നതിന് മുൻപേ. ഇതെന്തിനാ പറഞ്ഞിരിക്കുന്നത്? ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം? പറച്ചിൽ മാത്രമേ കാണത്തുള്ളൂ, നടപ്പ് കാണത്തുള്ളൂ. ഇന്ന് അതല്ലേ കുഴപ്പം. വാദോരാതെ പ്രസംഗിക്കുന്നവരുണ്ട്, പ്രതിവാദം നടത്തുന്നവരുണ്ട്, സംവാദം നടത്തുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ ഇവർ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ കാണാനില്ല. പണ്ട് അന്ത്യോക്യ സഭയിൽ അവർ പ്രസംഗിച്ച ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റിയോണ്ടാണ് ലോകക്കാർ അവർക്കൊരു പേര് കൊടുത്തു. ഇവരെ ശിഷ്യന്മാരെന്നല്ല ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാം. കാരണം ഇവർ പ്രസംഗിക്കുന്ന ക്രിസ്തു അവരുടെ ജീവിതത്തിലും. അപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ, നമുക്ക് എന്താണ് ഈ കഷ്ടതയിൽ ഇത്ര വലിയ പ്രത്യാശ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം നോക്കണം. ഈ പറയുന്നതൊക്കെ ചുമ്മാ കഥയും തിരക്കഥയും ആവരുത്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ശരിയായ രക്ഷയില്ലാത്തവർക്ക് ഈ സാക്ഷിയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഉണ്ടാക്കി പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഗുണമില്ല കേട്ടോ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഏക കർത്താവായി നിങ്ങൾ പ്രതിഷ്ഠിക്കണം. ഇനി പറയുമ്പോൾ ഒരു രീതി ഉണ്ടല്ലേ, ഏവനോടും ഏത് വ്യക്തിയായാലും സൗമ്യതയും ഭയഭക്തിയും പൂണ്ടി വേണം പറയാൻ. അല്ലാതെ അടിപിടി തൊഴി യൂട്യൂബിൽ കൂടെ യുദ്ധം അതൊന്നും പാടില്ല അല്ലേ. എങ്ങനെ? സൗമ്യതയോടെ. അല്ലാതെ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കെൻ്റെ ജഡം ഇറങ്ങുന്നു, എൻ്റെ ഈഗോ ഇറങ്ങുന്നു അല്ലേ, പിന്നെ തെറിവിളിയാകുന്നു. അത് പാടില്ല. ഇത് നമ്മുടെ ജഡത്തിൽ കിടന്നിട്ടുള്ള ഒരു ആർഗ്യുമെന്റേഷൻ അല്ല. സൗമ്യതയും പിന്നെന്താണ്? ഭയഭക്തി. യഹോവ ഭയം വേണം അല്ലേ. അപ്പോൾ വളരെ ഭയഭക്തിയോട് ദൈവത്തെ ഓർത്ത്
നമ്മുടെ നാവുകളെ കടിഞ്ഞാണിട്ട് സൗമ്യതയോടെ പറയേണ്ടത് മാത്രം പറയാം, ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലേ? പിന്നെ അവൻ്റെ മതത്തിൻ്റെ കുറവുകളൊന്നും പറയണമെന്നില്ല. ഇവിടെ എൻ്റെ പ്രത്യാശയുടെ കാരണമല്ല, അത് അവൻ്റെ കുഴപ്പങ്ങളെല്ലാം പറയുകയല്ല. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, പലർക്കും ഖുറാൻ അറിയാം, ബൈബിൾ അറിഞ്ഞുകൂടാ, പൊളമിക്സ് അറിയാം, അപ്പോളജറ്റിക്സ് അറിഞ്ഞുകൂടാ, അല്ലേ? തർക്കശാസ്ത്രമൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ പ്രത്യാശയ്ക്ക് കാരണം എന്താണെന്ന് ഒരാൾ ചോദിച്ചു വരുമ്പോൾ നമ്മൾ നമ്മുടെ സാക്ഷ്യം പറയണം. അങ്ങനെ നടന്നു കഴിഞ്ഞാലുള്ള ഗുണം, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ അവന് തന്നെ ലജ്ജ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യം പറച്ചിൽ നമ്മൾ ഇത്രയും നേരം കണ്ടത്, ഇത് പറയണം, അത് പറയണം, മറ്റേത് പറയണം എന്നൊക്കെ വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഒരു സ്ക്രിപ്റ്റാണ്, ഇത് കാണാൻ പിടിച്ചങ്ങ് പറഞ്ഞാൽ മതി എന്ന്, അല്ലേ? അല്ല, ഇതിന് ചേർന്ന് പോകുന്നൊരു ജീവിതം. പലപ്പോഴും സുവിശേഷീകരണം പലരും ചെയ്യാത്തതിൻ്റെ കാരണം ഒന്ന് ഭയം, അതൊക്കെയാണ്. പക്ഷെ വേറൊന്ന്, ഈ പറയുന്ന പോലെ ക്രിസ്തുവൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല, അല്ലേ? ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, നാളെ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ അപ്പൂപ്പൻ ഒരു ഡിറ്റർജൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ ടി വിയിൽ ആഡ് പറയണം, അയ്യോ ഇത് കഴുകിയപ്പോൾ എൻ്റെ ഷർട്ട് മഞ്ഞയായിരുന്നു ഇപ്പോൾ വെള്ളയായിരുന്നു. നിങ്ങൾ ചെയ്യുമോ? ചിലപ്പോൾ പൈസ തരുമെന്ന് പറഞ്ഞാൽ ചെയ്യുമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് പക്ഷേ ഒരു മടി. ഇനി മറ്റേ എൻ്റെ ബന്ധുക്കളൊക്കെ കണ്ടുവെച്ചാൽ, ജിനുവേ പറഞ്ഞത് ശരിയാണോടാ നീ ചോദിച്ചാൽ, അയ്യോ കള്ളമല്ലേ ഈ പറഞ്ഞത്, വിശ്വാസി നീ കള്ളം പറഞ്ഞോ, അപ്പോൾ അല്ലേ? ഇതാണ് നമുക്കും പലപ്പോഴും സുവിശേഷീകരണം നടത്തണം. എന്തോന്ന് ക്രിസ്തു മരിച്ചെന്നൊക്കെ അറിയാം, പക്ഷേ ഇതുപോലെ ഇങ്ങനെ വാദോരാതെ പ്രസംഗിക്കാമെന്ന് നമുക്ക് അറിഞ്ഞൂടെ. എന്തുകൊണ്ടാണ്? ക്രിസ്തു ഇല്ല. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല യൗവനക്കാരൊക്കെ എവിടെ? അത് യൗവനക്കാർക്ക് എന്തെങ്കിലും ഓളം ഉണ്ടായിട്ടല്ല, ക്രിസ്തു അത്രയേ ഉള്ളവർക്ക്. ക്രിസ്തു എന്തിനാണ്? പാട്ട് പാടാനും സഭയിൽ കയറാനും മറ്റേ പ്ലാറ്റ്ഫോമിൽ കയറാനും ഒക്കെ കൊള്ളാം, പിന്നെ ജീവിതമാർഗമാക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ക്രിസ്തു വിലയേറിയതല്ല. അപ്പോൾ ഇതാണ് ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ ആദ്യം നല്ലപോലെ ജീവിക്കണം, എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് പറയണം, സൗമ്യതയോടെയും ഭയഭക്തിയോടും പറയണം. ഇനി അവസാനമായിട്ട് രക്ഷയുടെ സാക്ഷ്യമല്ലാത്ത സാക്ഷ്യങ്ങളും വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സമയം വരികയായി. എന്താണ് ഇന്നത്തെ പ്രാക്ടീസ്? അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം അധ്യായം 19-ാം വാക്യം. യേശു അവനെ അനുവദിക്കാതെ, നമുക്കറിയാലോ മറ്റേ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന വ്യക്തി, ആ വ്യക്തി അവസാനം പറഞ്ഞു എനിക്ക് യേശുവിൻ്റെ കൂടെ പോകണമെന്നൊക്കെ, അല്ലേ? ഭൂതഗ്രസ്തൻ. പക്ഷേ കർത്താവ് അത് അനുവദിച്ചില്ല. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി, എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിർവചനം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാം. അപ്പോൾ ഇതിനകത്ത് രക്ഷയും ഉണ്ട്, രക്ഷ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ദൈവം ആകെ കൂടെ ചെയ്ത കരുണ രക്ഷ മാത്രമാണോ? രക്ഷിച്ചു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നമ്മുടെയൊക്കെ സാക്ഷ്യം? അല്ല, നമുക്ക് മറ്റു പല സാക്ഷ്യങ്ങളുണ്ട്, അല്ലേ? അതും പ്രസ്താവിക്കണം. അപ്പം നമുക്കൊരു സൗഖ്യം കിട്ടി, പ്രസ്താവിക്കണം, അല്ലേ? നമുക്ക് ദൈവത്താൽ ഒരു ദാനം കിട്ടി, അത് കുഞ്ഞുങ്ങളാകാം, സമ്പത്താകാം, വേറെ എന്താ ജോലിയാകാം, എന്താണേലും പ്രസ്താവിക്കണം. ആരോട് പ്രസ്താവിക്കണം? നിന്റെ വീട്ടിൽ നിനക്കുള്ളവരോട് കൂടെ അടുക്കൽ ചെന്ന്, അല്ലേ? അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവരോടും പറയണം. അപ്പോൾ പ്രായോഗിക തലത്തിലൊന്ന് പറയട്ടെ, നമ്മൾ പലപ്പോഴും ഇത് എവിടെ ഈ പറയുന്നത്? സഭയെ ഒന്ന് പറയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ പോയി അവിടെയുള്ള സഭയിൽ ആ 10 മണിക്ക് മീറ്റിംഗ് കൂടി കഴിഞ്ഞ് 10:30 പാട്ട് നിർത്തി കഴിഞ്ഞിട്ട് സഹോദരൻ പറയും ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടോ, അപ്പം നീ ഒന്ന് പറയണമെന്നാണോ അവർ പറഞ്ഞത്? വീട്ടിൽ പോയി മീറ്റിംഗ് കൂടി പറയണമെന്നാണോ? വീട്ടിലുള്ളവരോട് പോയി പറയും. അപ്പോൾ അത് എപ്പോഴായിരിക്കും അത് പറയുന്നത്? സാധാരണ ദൈനംദിന സംഭാഷണങ്ങൾ. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, സംഭാഷണങ്ങളിൽ സാക്ഷ്യം പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ ഓഫീസിലുള്ളവരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽപ്പക്കക്കാരോടൊക്കെ സാധാരണ സംഭാഷണങ്ങളിൽ സാക്ഷ്യം പറയാറുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. സാക്ഷ്യം മറ്റേ മീറ്റിങ്ങിനിടയിൽ എഴുന്നേറ്റിട്ട് എന്നെ ദൈവം കരുതി, ദൈവം നല്ലവനും വല്ലവനും ഒക്കെ ആയിരുന്നു, തീർന്നു, അല്ലേ? പിന്നെ രക്ഷയുടെ സുശേഷീകരണ യോഗത്തിൽ നമ്മൾ പറയും. ഇതിവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, അവൻ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ളവരോടൊക്കെ സാധാരണ സംസാരിക്കുമ്പോൾ
ഇത് പ്രസ്താവിക്കണം. അപ്പോൾ വളരെ ഞാൻ പ്രായോഗിക തലത്തിൽ ഏറ്റവും ഗുണകരമായിട്ട് പ്രയോജനമുള്ളൊരു കാര്യമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാം സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഈ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പം പ്രാർത്ഥിച്ച് ദൈവം നിയോഗം തരുന്നത് പോലെ നിങ്ങളുടെ സാക്ഷ്യം പറയണം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇങ്ങനെയാണ് അങ്ങനെ അതെല്ലാം പറയണമെന്നില്ല. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അവരിരുന്ന് പറയണത് രോഗം വന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറയണം, നിങ്ങളുടെ വീട്ടിൽ നടന്നതോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതോ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗം മാറി. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണോ? ഞാൻ പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ വരുന്നോ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോകാം. അതൊന്നും സുവിശേഷീകരണമല്ല. സുവിശേഷീകരണത്തിന് പോഷകമായ ചില ശുശ്രൂഷകളാണ്. നേരത്തെ പറഞ്ഞ പോലെ പോഷക സംഘടനകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇത് അതുപോലെ പോഷകങ്ങളാണ് ഇതൊക്കെ. ഇത് സുവിശേഷീകരണത്തിൽ വേണമെങ്കിൽ ചെന്ന് കലാശിക്കാം. ഒരു വ്യക്തി സുവിശേഷം കേൾക്കാനുള്ള സാഹചര്യങ്ങളിൽ ചെന്നെത്താം. അപ്പം നമ്മൾ പലരും ചിന്തിക്കുന്നു, നമ്മൾ ഓഫീസിൽ പോയിട്ട് 1 മണിക്കൂർ പ്രസംഗിച്ച് ഒരുത്തിനെ രക്ഷിച്ച് പറ്റുമെങ്കിൽ അന്ന് തന്നെ അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി മുക്കി സ്നാനപ്പെടുത്തി, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊന്നും നടക്കത്തില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇന്നൊരാളോട് ഞാൻ ഓഫീസിൽ പോയിട്ട് നിങ്ങളൊക്കെ എത്ര നേരമാണ് സംസാരിക്കുന്നത് അല്ലേ? പല വിഷയങ്ങൾ അവരെല്ലാം അവരുടെ പ്രശ്നമൊക്കെ പറയും. എടാ ഇന്നൊരു മൂഡില്ലടാ, ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടം അല്ലേ? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാറി. അതങ്ങനെ ഓർഗാനിക്കായി മാറണം നമ്മുടെ സംഭാഷണം. അതൊരു 10 പ്രാവശ്യം കേൾക്കുമ്പോൾ എടാ ഇവനും എൻ്റെ എല്ലാ പ്രശ്നമുണ്ട്, പക്ഷേ ഇവനെന്തോ ഒരു മരുന്നറിയാമല്ലോ അല്ലേ? അങ്ങനെ അവർക്ക് ഉള്ളിലൊരു ദാഹമൊക്കെ വരും. അങ്ങനെ നമ്മുടെ എല്ലാ സംഭാഷണങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കണം. നിന്നോട് ദൈവം ചെയ്തതൊക്കെയും കരുണ കാണിച്ചതും പ്രസ്താവിക്കുക. അപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചോണം, കർത്താവ് ഞാൻ എന്തോ ഈ വ്യക്തിയോട് പറയണ്ടേ. പലരും വന്ന് നമ്മളോട് ദുഃഖമൊക്കെ പറയും. ദൈവം തന്നെ അയക്കും അങ്ങനെയുള്ളവർ. അവരവരുടെ പ്രയാസം പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ട അങ്ങനെയാണ്. എൻ്റെ സാക്ഷ്യവും കൂടെ പറഞ്ഞു വേണേ, അല്ലാതെ സഹോദര പ്രാർത്ഥിക്കാമെന്ന് മാത്രമല്ല, ഒരു സാക്ഷ്യം പറയണം. നമ്മളൊക്കെ സാക്ഷ്യം കേട്ട് മടുത്തിരിക്കുക, ബോറടിച്ചിരിക്കുക. ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ട്, ഈ തിരക്കഥയൊക്കെ കേട്ട് നമുക്ക് കാണാൻ പാടും. ഇപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഇതൊന്നും കേൾക്കാത്ത എത്ര പേരെന്നറിയും അല്ലേ? ഇപ്പം ഞാൻ തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ന് ഞാനിത് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ ഒരു 10-15 സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ട്യൂബുലർ പ്രഗ്നൻസി വന്ന സ്ത്രീകളൊക്കെ പ്രസവിച്ചു. എന്നാൽ ട്യൂബുലർ പ്രഗ്നൻസി വന്ന് ഒരുപാട് പേര് ലോകത്ത് ഇരിപ്പുണ്ട്. അവരാരും ഈ സാക്ഷ്യം ഇതുവരെ കേട്ടിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കിട്ടിയവരൊന്നും ഇന്നേ വരെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. സഭയെ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ലോകം കേട്ടാൽ എങ്ങനെ ഇരിക്കും? ട്യൂബുലർ പ്രഗ്നൻസിയോ അതൊക്കെ സാധാരണ വന്നാൽ അപ്പം തന്നെ പറയും ഇനി നിർത്തിക്കോ, ഇനി കുഞ്ഞുങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൊല്ലാൻ വല്ലതും ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ? അങ്ങനെയാണ് കണ്ട് ചിന്തിച്ചെന്ന് പറയും. എനിക്ക് തന്നെ അറിയാം, 1-2 അടുത്തറിയാവുന്ന വ്യക്തികളുണ്ട്. ട്യൂബുലർ ക്യാൻസർ വന്നിട്ട്, ക്യാൻസർ അല്ലല്ലോ, ട്യൂബുലർ പ്രഗ്നൻസി വന്നിട്ട് ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് അവർക്ക്. ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ മെൻറ്ററിന് ട്വിൻസ് ഉണ്ടായി, 1 അല്ല 2. അതുപോലെ വേറൊരു സഹോദരങ്ങളെ എനിക്കറിയാം, അവർക്കും ദൈവം കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ രക്ഷയുടെ സാക്ഷ്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ അതും സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും നമുക്ക് സുവിശേഷീകരണത്തിലേക്ക് നയിക്കാം. പിന്നെ ഏറ്റവും കാതലായ സാക്ഷ്യമാണ് രക്ഷയുടെ സാക്ഷ്യം. ശരി, അപ്പോൾ 9 മണിയായി. ഇനി നമുക്കൊരു 15 മിനിറ്റ് നിങ്ങൾ അന്യോന്യം ഒരു 7 മിനിറ്റ് എടുത്ത് ഈ സാക്ഷ്യം പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ 3 ഘടകങ്ങൾ. കർത്താവ് വരുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു? ഉപദേശപരമായ ലക്ഷ്യം, ഞാൻ പാപിയായിരുന്നു, എനിക്ക് പാപബോധം വന്നു, ഞാൻ ദൈവക്രോധത്തിൻ്റെ കീഴിൽ പോകേണ്ടത്. ഇത് പക്ഷേ ഇത് തന്നെ പറയരുത്. പൗലോസ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ പാപത്തിൽ പോയി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോൾ തിരിച്ചറിഞ്ഞു? എങ്ങനെ തിരിച്ചറിഞ്ഞു അല്ലേ? രണ്ടാമതായിട്ട്, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാൻ വിശ്വസിച്ച് എനിക്ക് വീണ്ടും ജനനം സംഭവിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണോ അത് നിങ്ങൾ പറയുക. 3-ാമതായിട്ട്, ഇപ്പോൾ എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ രുചിച്ചറിഞ്ഞു എന്നുള്ളത് 3 ഘടകങ്ങൾ 7 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുക. അത് കഴിഞ്ഞ് അടുത്തിരിക്കുന്ന ആളുടെ സാക്ഷ്യം കേൾക്കുക. അന്യോന്യം സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷ അല്ല കേട്ടോ, നിങ്ങളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ. കാരണം ഇവിടെങ്കിലും പറഞ്ഞു പഠിച്ചാൽ ചിലപ്പോൾ അപ്പുറത്ത് പോയി പറയുമായിരിക്കും അല്ലേ? ശരി, അപ്പോൾ ഇനി സമയം നമ്മൾ അതിനു വേണ്ടി വേർതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിക്കും. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ സംസാരിക്കുക. എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ തന്നെ ജീവിതകഥയായതുകൊണ്ട് പറയാൻ എളുപ്പമായിരിക്കും. എന്നാലും ഇത് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കാം. നമ്മളിത്
ആദ്യം എടുത്തു പറഞ്ഞില്ലെങ്കിലും സാക്ഷ്യം പറഞ്ഞത് സുവിശേഷീകരണത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഊന്നി പറഞ്ഞത്. സാക്ഷ്യം നമുക്കല്ലാതെ കഥ പോലെയൊക്കെ പറയാം, പക്ഷെ സുവിശേഷീകരണത്തിൽ എത്തണമെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉപസംഹരിച്ച് പറയട്ടെ. നമ്മൾ രക്ഷയുടെ സാക്ഷ്യം പറയുമ്പോൾ എല്ലാ പാപികൾക്കും ഒരു സാക്ഷിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വചനത്തിൽ നമുക്കത് ഉപദേശപരമായിട്ട് കാണാൻ പറ്റും. ഉപദേശപരമായിട്ട് നമ്മൾ ചിന്തിച്ചപ്പം 3 ഘടകങ്ങളുണ്ട് അല്ലേ? ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. അത് എല്ലാ പാപവും നമുക്ക് ബോധ്യം വരണമെന്നില്ല. ആദ്യമേ എന്തോ ഒരു സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങൾക്കൊരു പാപബോധം തന്നു അല്ലേ? ചിലപ്പോൾ അതിപ്പോൾ ഇവിടെ കേട്ടതുപോലെ ഞാൻ ചുമ്മാ പള്ളിയിൽ പോയിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ബന്ധമില്ല അല്ലേ? നിങ്ങൾ ഒരു ഭൂരിപക്ഷം പേരും ആ കഥയായിരിക്കും പറയും. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ സഭയിലൊക്കെ പോകുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, യേശുവിൽ വലിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, യേശുവിനോട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ പാപബോധം പിന്നീടാണ് വന്നത്. അയ്യോ എനിക്കൊരു അർഹതയില്ല, ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടും അയ്യോ കോപത്തിൻ്റെ മകൻ തന്നെ അല്ലെ മകൾ തന്നെ അല്ലേ? ആ ഒരു ബോധ്യമായിരിക്കും നിങ്ങൾക്കുണ്ടായത്. എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നിട്ടും. അപ്പോൾ ക്രിസ്തുവിൽ കടന്നു വരണം അല്ലേ? എൻ്റെ ഒന്നും സാക്ഷ്യം അങ്ങനെയല്ല. ഞാൻ എൻ്റെ മറ്റേ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, സഭയൊക്കെ ചവിട്ടി പൊളിക്കാൻ നടന്നവനായിരുന്നു അല്ലേ? പിന്നീടാണ് എനിക്ക് ബോധ്യം വന്നത് ക്രിസ്തുവാണ് സകല ആരാധനയ്ക്കും യോഗ്യതയുള്ളവൻ. ഞാൻ ഈ ക്രിസ്തുവിനെ ഇന്നേ വരെ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ മതപരമായ ഭക്തിയും വട്ടപൂജ്യമാണ്. അതാണ് എനിക്കുണ്ടായ പാപബോധം. ക്രിസ്തുവിനെ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം പാപമാണ്. അതാണ് എൻ്റെ 17-ാം വയസ്സിൽ എനിക്കുണ്ടായ പാപബോധം അല്ലേ? പിന്നീട് നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു അല്ലേ? ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ദൈവക്രോധത്തിൽ നിന്നുള്ള രക്ഷയുള്ളൂ. ക്രിസ്തുവാണ് മതിയായ ലോകരക്ഷിതാവെന്നൊരു ബോധ്യം നമുക്കുണ്ടായി അല്ലേ? കൃപയാലേ രക്ഷയുള്ളൂ എന്നുള്ളൊരു ബോധ്യം. അത് മിക്കവാറും നമുക്കെല്ലാവർക്കും സംഭവിച്ചത് വചനം കേട്ടപ്പോഴായിരിക്കും. എവിടെങ്കിലും പോയി ആരെങ്കിലും ഒരു സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വചനം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ബൈബിൾ വായിച്ചു അല്ലേ, സഹോദരൻ പറഞ്ഞു, സഹോദരൻ അങ്കിളിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മിക്കവാറും അത് വചനത്തിലൂടെ അല്ലാതെ അത് സംഭവിക്കാറില്ല. വചനത്തിലൂടെ നിങ്ങൾക്ക് യേശുക്രിസ്തു മതിയായ ഒരു രക്ഷിതാവാണെന്നുള്ള ബോധ്യം ലഭിച്ചു അല്ലേ? ബോധ്യം ലഭിച്ചത് മാത്രമല്ല, നമ്മളത് അവനിൽ വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനനം, പാപത്തിൻ്റെ അനന്തരഫലമായ മരണം നമ്മളിൽ നിന്ന് നീങ്ങി നമുക്ക് വീണ്ടും ജനനമെന്ന അനുഭവമുണ്ടായി. അപ്പം അത് പറയാൻ പറ്റണം. പലർക്കും അത് പറയാൻ ചിലപ്പോൾ പറ്റാറില്ല. ഈ വീണ്ടും ജനനം സംഭവിച്ചു എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ചില തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടും ജനനം ഉണ്ടായെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. എൻ്റെ എല്ലാ ചിന്തകളും ദൈവത്തെക്കുറിച്ചായി. അതിനു മുമ്പ് ദൈവം മരിച്ചിരുന്നു, ഇപ്പോൾ ദൈവം എന്താ എല്ലാ ചിന്തയിലും ഉണ്ട്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട് ഞാനത് ചിന്തിച്ചത്. എല്ലാ ചിന്തയും ഇപ്പോൾ ദൈവത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിരന്തരം എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ് അല്ലേ? അത് ശരിക്കും ദൈവമല്ല മരിച്ചിരുന്നത്, ഞാനായിരുന്നു മരിച്ചിരുന്നത്. ഞാൻ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ജനിച്ചു അല്ലേ? അപ്പോൾ ദൈവം എല്ലാ ചിന്തകളും ദൈവത്തെക്കുറിച്ചായി. അതാണ് ഞാൻ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ, എനിക്ക് വചനത്തോട് അതിയായ ദാഹം. വല്ലവൻ്റെയും പ്രസംഗമൊന്നും കേട്ടപ്പോൾ എനിക്ക് വചനം വായിക്കണം, പഠിക്കണം. അത് പ്രസംഗമൊന്നും കേട്ടിട്ടില്ല, ഞാൻ 3 വർഷം കഴിഞ്ഞാണല്ലോ സഭയിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വചനം വായിക്കാൻ അതിയായ ദാഹം. പാല് കുടിക്കുന്ന കൊച്ചായി, പാലില്ലെങ്കിൽ കരയും അതെ. അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നു തിരിച്ചറിവ്? ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. വല്ലവരും പറഞ്ഞിട്ടല്ല, എനിക്ക് രുചിച്ചറിയാനൊരു അനുഭവമുണ്ട്. ഞാൻ വിശ്വസിച്ച് വീണ്ടും ജനം പ്രാപിച്ചു. പിന്നെ പറയേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചാലും ആത്യന്തികമായ എൻ്റെ ഭാവി നിത്യതയിൽ ഞാൻ പോയി ദൈവത്തിൻ്റെ ആ മനസ്സലിവിൻ്റെയും കരുണയുടെയൊക്കെ ആഴങ്ങൾ ഇങ്ങനെ രുചിച്ചു ജീവിക്കും. അത് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് അല്ലേ? രക്ഷയുടെ ഉറപ്പ് പ്രസ്താവിക്കണം. അതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഇത് സുവിശേഷീകരണം ലക്ഷ്യം വെച്ചുള്ള സാക്ഷ്യമായതുകൊണ്ട് തന്നെ എന്താ സുവിശേഷീകരണം? കേൾവിക്കാരന് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ബോധ്യം വരണം അല്ലേ? അപ്പം അതുകൊണ്ട് എടുത്തു പറയണം, ഈ രക്ഷ പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് അല്ലേ? സഹോദരൻ പറഞ്ഞപ്പോൾ സഹോദരന് വന്ന ബോധ്യം തന്നെ അതായിരുന്നു, അയ്യോ പ്രവൃത്തിയാലല്ല രക്ഷ, വിശ്വാസത്താലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ കഥയിൽ ആദ്യം തന്നെ അത് നിങ്ങളുടെ ജീവിതാനുഭവത്തിലെ തിരിച്ചറിവുകളിൽ തന്നെ അതുണ്ടായിരിക്കും. പക്ഷെ അതെടുത്തു പറയണം,
വെറുതെ മതപരമായ വേറൊരു സംഗതിയിലേക്ക് ആളുകളെ വിളിക്കുകയല്ല. രക്ഷ ക്രിസ്തുവിൽ വിശ്വസിച്ച് മാത്രം ലഭിക്കുന്ന ഒരു ദാനമാണ്, അല്ലാതെ ഒരു പ്രവൃത്തിയുടെ അനന്തര ഫലമോ ഒന്നുമല്ല, അല്ലേ? അപ്പോൾ ഇത്രയും പറയുക. പിന്നെ നമ്മൾ അതിനോട് കൂടെ ചേർത്ത് കണ്ടൊരു കാര്യമാണ് സാക്ഷ്യം പറയുമ്പോൾ, ഒന്നാമതായിട്ട് എൻ്റെ ജീവിതം ഈ സാക്ഷ്യത്തിന് അനുയോജ്യമായൊരു ജീവിതമായിരിക്കണം, അല്ലെങ്കിൽ കഥ പറച്ചിലല്ല, അല്ലേ? നിങ്ങൾ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലായിരുന്നു കൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? സാക്ഷ്യം കേൾക്കുന്നതും കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം നോക്കിയിട്ട് പറയട്ടെ, ഈ പറച്ചിലേ ഉള്ളൂ, ഇതൊന്നും ജീവിതത്തിലൊന്നും ഇല്ല. അപ്പോൾ അത് സാക്ഷ്യത്തിൻ്റെ വില പോയി, സാക്ഷ്യം വെറും പറച്ചിലായിപ്പോയി, അല്ലേ? ജീവിതം മാറ്റിമറിക്കുന്ന, രൂപാന്തരം വരുത്തുന്ന ഒരു സന്ദേശമാണെന്നുള്ള ബഹുമാനം അതിന് നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതം കാരണം ആർക്കും ഇടർച്ച വരരുത്. പിന്നെ എങ്ങനെ പറയണം? സൗമ്യതയോടെ പറയണം, ഭയഭക്തിയോട് വേണം പറയാൻ. വഴക്കിടാനും കൊല്ലാപ്പൊക്കെ ഉണ്ടാക്കാനും ഒന്നും പോകരുത്, അല്ലേ? നമ്മൾ സമാധാനത്തോടെ സംസാരിക്കണം, സൗമ്യതയോടെ സംസാരിക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എന്തും നമുക്ക് സാക്ഷ്യമായിട്ട് എല്ലാവരോടും പറയാം, ബന്ധുമിത്രാദികളോടെല്ലാം പറയാം, അല്ലേ? അത് പറയുന്നത് സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് സുവിശേഷീകരണം നിരന്തരം ചെയ്യാൻ പറ്റും, അല്ലേ? നിങ്ങളുടെയൊക്കെ ഓഫീസിൽ നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ എന്ത് സാക്ഷ്യം പറയാമെന്ന് ആലോചിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓഫീസിൽ വന്നിട്ട് മറ്റേ മുട്ടുസൂചി അടിച്ചുകൊണ്ട് പോകാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് പറയണം, ഞാൻ ഒന്നും അടിച്ചു മാറ്റത്തില്ല, ഞാൻ കള്ളം പറയത്തില്ല, അല്ലേ? ഇത് നിങ്ങൾ പറയണം. അത് എന്താടേന്ന് ചോദിക്കണം. അവർ ഒന്ന് ചോദിക്കുമ്പോൾ പറയണം, അത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വന്നു, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വരും, അല്ലേ? അവർ പറയുകയാണ് എനിക്ക് അടിച്ചു മാറ്റാതിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ പറയണം പ്രാർത്ഥിച്ചാൽ മാറും, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെ പറയണം, അല്ലേ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാം പറഞ്ഞ് സാധാരണ സംഭാഷണങ്ങളിൽ തന്നെ സുവിശേഷത്തിന് പോഷകമായ വാതിലുകൾ തുറക്കാൻ പറ്റും, അല്ലേ? അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ഒരു സുവിശേഷകൻ്റെ ജോലി ചെയ്യണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിരന്തരം ചെയ്യാം. ഓഫീസിൽ പ്രാർത്ഥിച്ചു പോകണം രാവിലെ, ഇങ്ങനെ വല്ലതൊക്കെ മുഖാന്തരങ്ങളൊക്കെ ദൈവമേ തുറന്നു തരണേന്നും പറഞ്ഞു. ചിലയിടത്തൊക്കെ അതായിരിക്കും ആദ്യത്തെ വാതിൽ. ആദ്യമേ പോയി യേശു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം അവർ ചിലപ്പോൾ അടി തരും, അല്ലേ? അപ്പം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സുവിശേഷീകരണത്തിന് ഉതകുന്ന സാക്ഷ്യങ്ങൾ പറയുവാൻ നമ്മളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുവാനും തലകളെ വണക്കി പ്രാർത്ഥിക്കുവാനും നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ വന്നപ്പോൾ തൊട്ട് കർത്താവെ ഞങ്ങൾ ചിന്തിച്ചത് സുവിശേഷീകരണത്തെക്കുറിച്ച്. അങ്ങയുടെ വചനം അനേകരിൽ ചെന്ന് കർത്താവെ വിശ്വാസികൾ രക്ഷിക്കപ്പെടുവാനും അവരും ഈ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനുമാണ് കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ വചനത്തിൽ നിന്ന് ചിന്തിച്ച കാര്യങ്ങൾ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത ഈ വലിയ മഹാത്ഭുതം, ഈ ആശ്ചര്യപൂർണമായ പ്രവൃത്തി, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും സഹായം നൽകണമേ കർത്താവെ. ഞങ്ങളാരും തികഞ്ഞവരോ പരിപൂർണരോ അല്ല കർത്താവെ. ഞങ്ങൾ കണ്ടുമുട്ടിയ യേശുക്രിസ്തുവിനെ വാസ്തവമായിട്ട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുവാൻ ഞങ്ങൾക്ക് കഴിവ് തരണമേ കർത്താവ്. ഞങ്ങളുടെ അധരങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ പാപികളായിരുന്നു, മഹാക്രോധത്തിന് കീഴിലായിരുന്നു. യേശുക്രിസ്തു നിമിത്തം രക്ഷിക്കപ്പെട്ടു. ഒരർഹതയും യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചീന്തി ഞങ്ങളെ രക്ഷിച്ച് സ്വർഗത്തിൽ കർത്താവ് ഞങ്ങളെ ഇരുത്തി നിന്റെ മക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഞങ്ങൾക്ക് നിത്യതയുടെ പൂർണ്ണ പ്രത്യാശ ഉള്ളിൽ നൽകിയിരിക്കുന്നു. ഈ സന്തോഷ വർത്തമാനം കർത്താവ് പൂർണ്ണ പ്രാഗൽഭ്യത്തോടും സൗമ്യതയോടും ഭയഭക്തിയോടും കർത്താവ് അങ്ങയോടുള്ള അനുസരണ നിമിത്തവും പറയുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ കർത്താവ്. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ കർത്താവ് സഹോദരങ്ങളെല്ലാം അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, അവരുടെ ഭവനങ്ങൾ, അവരുടെ അയൽപ്പക്കങ്ങൾ, അവരുടെ കർത്താവ് ജോലി സ്ഥലങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവിടെ എല്ലാം കർത്താവ് അങ്ങ് അവസരം കൊടുക്കുന്നത് പോലെ ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവ് അനേകർ സുവിശേഷീകരണത്തിൽ കർത്താവ് ഭാഗമാകുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ കർത്താവെ പ്രത്യേകിച്ച് ഈ സുവിശേഷീകരണത്തിൻ്റെ വിഷയത്തിൽ ഫലം കായ്ക്കുന്ന നല്ല മക്കളാകുവാൻ, നല്ല ശിഷ്യരാകുവാൻ, നല്ല കൊമ്പുകളാകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണം. ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു ഫലവും കായ്ക്കാത്ത, ഒരു ഉപയോഗവും പ്രയോജനമില്ലാത്ത ക്രിസ്ത്യാനികളായി മാറാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾ അഴൂർ പഞ്ചായത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സുവിശേഷീകരണത്തിൽ അനേക ഫലങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അവിടെ പോകുമ്പോൾ, ഞങ്ങൾ അവിടെ ഉള്ളവരെ കാണുമ്പോൾ, ഞായറാഴ്ച കാണുമ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ പല സാക്ഷ്യങ്ങൾ നിമിത്തം അനേകർ രക്ഷയിൽ ഇനിയും കടന്നു വരുവാൻ ഇടയാകണമേ. അനേകർ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് കർത്താവെ അങ്ങയുടെ സഭയുടെ ഭാഗമാകണമേ. അങ്ങയുടെ
വരുവാനിരിക്കുന്ന രാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലരുടെയും കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഓഫീസിലുള്ള കൂടെ ജോലി ചെയ്യുന്നവർ, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, രക്ഷിക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെയുള്ള അനേകരുണ്ട് കർത്താവ്. അവരെല്ലാം രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയാകണമേ. അവരെല്ലാം കർത്താവെ അങ്ങ് സ്പർശിച്ച് ഈ വെളിപ്പാട് ഉള്ളിൽ നൽകണമേ. അതിന് ഉതകുന്ന ശുശ്രൂഷകൾ ഞങ്ങളും ചെയ്യുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കൊച്ചുകൂട്ടത്തെ അങ്ങ് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായിട്ടെല്ലാം സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ കർത്താവ് പ്രയാസത്തിലായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർക്കെല്ലാം വേണ്ട കർത്താവ് എല്ലാ പ്രതിവിധിയും അങ്ങായിട്ട് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇനിയും മുൻപോട്ട് കർത്താവ്, ഞങ്ങൾ ആദ്യം കേട്ടതുപോലെ ഞങ്ങളുടെ ഈ ചെറുപ്പകാലത്ത് തന്നെ കർത്താവെ അങ്ങേക്ക് വേണ്ടി അധികം ബലം കായ്ക്കുന്ന നല്ല ശിഷ്യന്മാരാകുവാനുള്ള ഭാഗ്യം തരണമേ. ഞങ്ങൾക്ക് അതിനുള്ള ദർശനം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണമേ. ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് വെറും ലൗകികരെ പോലെ കർത്താവെ കടന്നു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ദുഃഖവും ഉണ്ടാകരുതേ, ഒരു ഖേദവും ഉണ്ടാകരുതേ കർത്താവ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങേക്ക് വേണ്ടി പ്രയോജനമുള്ള മക്കളായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവസാനമായിട്ട് കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ജിനു ബ്രദറിന്റെ ഈ ഭവനത്തിൽ കടന്നു വരുവാൻ അങ്ങ് വഴിയൊരുക്കിയതിനായിട്ട് സ്തോത്രം. ജിനു ബ്രദറിനെയും റോണിയ സഹോദരിയെയും കർത്താവെ, ഇടമോളെയും കർത്താവെ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുടുംബത്തിന് അങ്ങ് കൊടുത്തിരിക്കുന്ന എല്ലാ കർത്താവെ കൃപകൾക്കായിട്ടും ദയക്കായിട്ടും ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള അങ്ങയുടെ എല്ലാ ഉദ്ദേശങ്ങളും പദ്ധതികളും നിറവേറപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് റോണി സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ആരോഗ്യം കൊടുത്താട്ടെ കർത്താവ്, എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുഞ്ഞിനെ കർത്താവെ സ്തോത്രം വളരെ വേഗത്തിൽ കാണുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുഞ്ഞുങ്ങളെല്ലാം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത തലമുറ അങ്ങേ രുചിച്ചറിയുവാൻ ഇടയാകണമേ, അങ്ങേക്ക് ഗുണമുള്ളവരായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജിനു ബ്രദറിന്റെ മറ്റു കുടുംബാംഗങ്ങൾ, റോണിയ സഹോദരിയുടെ കർത്താവെ, മാതാപിതാക്കൾ, അവരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കർത്താവെ വില കൊടുത്ത് ശുശ്രൂഷിക്കുന്നവരാകുന്നു. അവരെല്ലാം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, കാത്തു പരിപാലിച്ചാട്ടെ. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അധികം ബലം കായ്ക്കുന്ന നല്ല വേലക്കാരായി കർത്താവെ അവരിനി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹ കുടുംബത്തെ കർത്താവെ ഞങ്ങളുടെ കൂട്ടത്തിലാക്കിയതിനായിട്ട് സ്തോത്രം. അവരെ അധികമായി അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ കർത്താവെ കൂട്ടായ്മയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. സകല മാനവും മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.